ഗർഭധാരണത്തിൻ്റെയും പ്രസവത്തിൻ്റെയും കാര്യത്തിൽ പ്രായത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. 22 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ ആദ്യത്തെ പ്രസവം നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലും കൂടി 30 വയസ്സ് വരെ പലർക്കും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പോകുന്നുണ്ട്. എന്നാൽ പോലും ഗർഭാവസ്ഥയിലെ സങ്കീർണതകൾ കൂടുന്നതിന് പ്രായമേറുന്നത് ഒരു പ്രധാന കാരണമാവുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സിസേറിയൻ റേറ്റിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഇപ്പോൾ സ്ത്രീകൾ ജോലിയുള്ളവരാണ്. അവരുടെ മാരേജും ഗർഭധാരണവും എല്ലാം ലേറ്റായിട്ടാണ് സംഭവിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഇവയെല്ലാം കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് ഈ പ്രഗ്നൻസിക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാനും കൂടുതൽ സിസേറിയൻ ആവാനുള്ള സാധ്യതയും കൂടുതലായിട്ടാണ് കാണുന്നത്. ഓപ്റ്റിമൽ ഏജ് ഡെലിവറീൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 20, 25, 28 ആ ഇയേഴ്സ് വരെ വെജനൽ ഡെലിവറിക്കുള്ള സാധ്യത കൂടുതലാണ്, മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ. പക്ഷേ സ്ത്രീകളുടെ ഏജ് കൂടുന്തോറും ഒരു 30 മേലെ ആവുമ്പോൾ മെഡിക്കൽ കോംപ്ലിക്കേഷൻസും മറ്റു കോംപ്ലിക്കേഷൻസും പേഷ്യൻസിന് വേദന സഹിക്കാനുള്ള കഴിവും എല്ലാം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിസേറിയൻ്റെ റേറ്റും കൂടാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ഈ ഡെലിവറിയോട് ഭയങ്കര ടെൻഷൻ, പേടി, വേദന സഹിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. ഇങ്ങനെയുള്ളവരിലും ചിലർ സിസേറിയൻ ആവശ്യപ്പെടാറുണ്ട്. ഗർഭം ധരിക്കാൻ തീരുമാനിക്കുമ്പോൾ മുതൽ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധയും ചിട്ടയും പുലർത്തേണ്ടതാണ്. പാൽ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, മത്സ്യം തുടങ്ങിയവയൊക്കെ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭിണികൾ മറ്റുള്ളവരെക്കാൾ 300 കിലോ കാലറി അധിക ഊർജത്തിന് വേണ്ട ഭക്ഷണപാനീയങ്ങൾ നിത്യവും കഴിക്കണമെന്നാണ് നിർദ്ദേശിക്കാറുള്ളത്. കൃത്രിമ ഭക്ഷണങ്ങളും ഹീനഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. നല്ല പാൽ നിത്യവും കുടിക്കേണ്ടതാണ്. വായ്ക്ക് രുചിയില്ല, കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല ഗർഭിണികളും ഭക്ഷണം ഒഴിവാക്കാറുണ്ട്. ഇത് അപകടകരമായ പ്രവണതയാണ്. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യം അമ്മയുടെ ഗർഭകാലത്തുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാത്തത് കുഞ്ഞിനെ സാരമായി ബാധിച്ചേക്കാം. ഗർഭസ്ഥ ശിശുവിൻ്റെ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്താനും ചികിത്സിക്കാനുമുള്ള മാർഗങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഗർഭസ്ഥ ശിശുവിനെ ഒരു വ്യക്തിയായി കണ്ടുള്ള ചികിത്സയാണ് ഫീറ്റൽ മെഡിസിനിൽ അവലംബിക്കുന്നത്. 5-ാം മാസത്തെ സ്കാനിങ്ങിലൂടെ കുഞ്ഞിൻ്റെ ജനിതകമായ ശാരീരികമായ വൈകല്യങ്ങൾ കണ്ടെത്താനാകും. ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നും ഈ സ്കാനിങ്ങിലൂടെ കണ്ടെത്താനാകും. ഗർഭസ്ഥ ശിശുവിൻ്റെ എല്ലാ അവയവങ്ങളും ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിയുന്ന അവസ്ഥയാണ് 5-ാം മാസം ആകുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് അതൊരു ഡീറ്റെയിൽ സ്കാനാണ്. 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ എടുത്ത് നമ്മൾ ഓരോ അവയവങ്ങളായിട്ട് പരിശോധിച്ച് കൈകാലുകളുടെ വിരലുകളുടെ എണ്ണം വരെ പരിശോധിച്ച് നോക്കിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ വളർച്ചക്കുറവ് വരാനുള്ള സാധ്യത കണ്ടുപിടിക്കാനും മാസം തികയാതെ പ്രസവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള സർവൈക്കൽ ലെങ്ത് എക്സാമിനേഷനും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അതിൻ്റെ കൂടെ ചെയ്യും. ഇതിൽ പിന്നെ എല്ലാ മാസവും സ്കാൻ ചെയ്യണമെന്ന് ആൾക്കാർ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല. റെഗുലറായിട്ട് പീരീഡ് ഉള്ള നോർമലായിട്ടുള്ള പ്രഗ്നൻസിയിൽ നമ്മൾ ഈവൻ ഡേറ്റിംഗ് സ്കാൻ തൊട്ട് 6 വീക്ക് സ്കാൻ പോലും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിരുന്നാലും ഈ സൈക്കിൾസ് വളരെ ഇറഗുലറായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്ത് എത്രത്തോളം എത്തി എന്ന് അറിയാൻ വേണ്ടി ഒരു ഡേറ്റിംഗ് സ്കാൻ ഒരു 8 വീക്സ് ആകുമ്പോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു 3rd ട്രൈമസ്റ്ററിൽ, അതായത് അവസാന ഭാഗം, പ്രഗ്നൻസിയുടെ അവസാന ഭാഗത്ത് ഒരു സ്കാൻ ഒരു 34 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്താൽ കുട്ടിക്ക് ഏകദേശം എത്ര സൈസ് ഉണ്ട്, വെള്ളം നോർമലായിട്ടാണോ, രക്തോട്ടം നോർമലാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും പറ്റും. രക്തപരിശോധനയിൽ RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയുടെ രക്തം RH നെഗറ്റീവും കുഞ്ഞിൻ്റേത് പോസിറ്റീവുമാണെങ്കിൽ കോംപ്ലിക്കേഷൻസിലുള്ള സാധ്യത കൂടുതലാണ്. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവും ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന കണ്ടീഷന് RH ഐസോ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയാം. അങ്ങനെ ആ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയുടെ ഒരു റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു കെമിക്കൽ കുട്ടിയുടെ രക്തകോശങ്ങളെ നശിപ്പിക്കുകയും കുട്ടിക്ക് വിളർച്ച വരികയും ചെയ്യും. ഈ വിളർച്ച ചികിത്സിക്കാതെ വിടുകയാണെങ്കിൽ കുട്ടിക്ക് ഗർഭപാത്രത്തിനകത്തിരുന്നിട്ട് തന്നെ അതിൻ്റെ ഹാർട്ട് ഫെയിലിയർ, കാർഡിയക് ഫെയിലിയർ വന്ന് കുട്ടി അനക്കം നിന്ന് പോവുകയാണ് അതാണ് ചെയ്യുക. അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കുട്ടിയുടെ പുക്കിൾക്കൊടിയുടെ അകത്തേക്ക് രക്തം കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഹീമോഗ്ലോബിൻ പൊങ്ങുന്നത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിന് ഓരോ പ്രാവശ്യം നമ്മൾ കുട്ടിയുടെ പുക്കിൾക്കൊടിയിലേക്ക് സൂചി ഇട്ട് ഇറക്കിയിട്ടല്ല നോക്കുന്നത്. നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിന് ഇൻഡയറക്റ്റ് സയൻസ് കാണും. കുട്ടിയുടെ തലച്ചോറിലുള്ള ബ്ലഡ് ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എത്ര ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രക്തം കൊടുക്കുന്നത്. അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ അത് കൂടാതെ തന്നെ മേജർ സർജറീസിന് നമ്മൾ ഈ താക്കോൽ പഴുത് ശസ്ത്രക്രിയ പോലെ തന്നെ
ഗർഭപാത്രത്തിനകത്തേക്ക് ചെറിയ സ്കോപ്പ് ഇറക്കി അതിൽ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യുന്ന ശസ്ത്രക്രിയകളും ഓപ്പൺ സർജറികളും ഇന്ന് ധാരാളം ലഭ്യമാണ്. പ്രഗ്നൻസിയുടെ 5ാമത്തെ ആഴ്ചയിൽ, അതായത് ആദ്യത്തെ മാസം തന്നെ സ്കാനിങ്ങിലൂടെ ഗർഭസ്ഥ ശിശുക്കളുടെ എണ്ണം എത്രയാണെന്ന് തിരിച്ചറിയാനാകും. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സ്കാനിനുള്ള പ്രാധാന്യവും. 3 മാസം മുമ്പ് തന്നെ ഗർഭസ്ഥ ശിശുക്കളുടെ എണ്ണം എത്രയാണെന്ന് നിർണ്ണയിക്കേണ്ടതാണ്. ഭൂരിഭാഗം ഗർഭധാരണവും ഏകഭ്രൂണമായി മാറി ഏക ശിശുവായി വളരുന്നു. എന്നാൽ 80 ഗർഭിണികളിൽ ഒരാൾക്ക് എന്ന കണക്കിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുന്നു. ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുന്നത് 2 വിധത്തിലാണ്. ഭൂരിഭാഗം ഇരട്ടകളും 2 വ്യത്യസ്ത അണ്ഡങ്ങൾ 2 വ്യത്യസ്ത ബീജങ്ങളുമായി ചേർന്ന് ഉണ്ടാകുന്നവയാണ്. എന്നാൽ 40% ഇരട്ടകൾ ഏക അണ്ഡവും ഏക ബീജവും ചേർന്നുണ്ടാകുന്ന ഏക ഭ്രൂണം സ്വയം പിളർന്ന് 2ആയി മാറി ഉണ്ടാകുന്നതാണ്. ഏക ഭ്രൂണം പിളർന്ന് ഇരട്ടയാകുന്ന പ്രക്രിയ അതിസങ്കീർണമാണ്. മാത്രമല്ല, ഗർഭകാലത്ത് ഇരട്ടകളുടെ ഘടന, വളർച്ച, മറ്റു പ്രശ്നങ്ങൾ എന്നിവ നിർണ്ണയിക്കപ്പെടുന്നത് ഭ്രൂണം പിളരുന്ന സമയമനുസരിച്ചാണ്. ഗർഭധാരണം നടന്ന് 3 ദിവസത്തിനുള്ളിലാണ് പിളരുന്നതെങ്കിൽ 2 വ്യത്യസ്ത ശിശുക്കളായി വളരുന്നു. എന്നാൽ 4 ദിവസത്തിന് ശേഷമാണ് പിളരുന്നതെങ്കിൽ പ്രശ്നങ്ങൾ ധാരാളമാണ്. കാരണം 2 പേർക്കും കൂടി ഒരു മറുപിള്ള മാത്രമേ ഉള്ളൂ. പങ്കുവെക്കപ്പെടുന്ന ഒറ്റ മറുപിള്ള മൂലമാണ് ഇത്തരം ഗർഭസ്ഥ ശിശുക്കളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കോംപ്ലിക്കേറ്റഡ് ട്വിൻസ് അല്ലെങ്കിൽ സങ്കീർണതയുള്ള ട്വിൻസിൽ മോണോകോറിയോണിക് ട്വിൻസ് എന്ന് പറയും. അതിൽ 2 കുട്ടികളും, അതായത് ഒരു എഗ്ഗും ഒരു സ്പേമും കൊണ്ടൊരു എംബ്രിയോ ഉണ്ടായി അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന കുട്ടികളാണ് മോണോകോറിയോണിക് എന്ന് പറയാം. നമ്മൾ സാധാരണ കാണുന്ന ഇരട്ടക്കുട്ടികൾ 75% അങ്ങനെ അല്ല. 2 എഗ്ഗും 2 സ്പേമും സൈമൾട്ടേനിയസ്ലി ഫെർട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ് ഡൈകോറിയോണിക് ഡയാമ്നിയോട്ടിക് ട്വിൻസ്. മോണോകോറിയോണിക് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയും. കണ്ട ഒരുപോലെ ഇരിക്കുന്ന കുട്ടികൾക്കാണ് ഈ കോംപ്ലിക്കേഷൻ റേറ്റ് കൂടുതൽ. അതിൽ പ്രധാനമായിട്ടും ഇവർക്ക് ഒരു മറുപിള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ രക്തക്കൊള്ളുകൾ തമ്മിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുട്ടി കൂടുതൽ ബ്ലഡ് എടുക്കാനും മറ്റേ കുട്ടിക്ക് ബ്ലഡ് കുറഞ്ഞു പോകും. അങ്ങനെയാകുമ്പോൾ അവർക്ക് നമ്മൾ ഓബ്വിയസ് ആയിട്ട് അവർ 2 പേർക്കും വളർച്ചയിൽ വ്യത്യാസം വരാം, വെള്ളത്തിൽ വ്യത്യാസം വരാം, രക്തോട്ടത്തിൽ വ്യത്യാസം വരാം. ഇതിൻ്റെ ഒരു സങ്കീർണത കൂടി വരുമ്പം ഒരു കുട്ടി ഗർഭസ്ഥ ശിശു മരിച്ചു പോകാനും അങ്ങനെ സംഭവിക്കണമെങ്കിൽ മറ്റേതിനെയും കൂടി ബാധിക്കാനും സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ 15 ആഴ്ച തൊട്ട് 26 ആഴ്ച വരെ എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ സ്കാൻ ചെയ്ത് ഇത് വരുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ പ്രഗ്നൻസിയുടെ ഇൻസിഡൻസ് അല്ലെങ്കിൽ കൂടുതലാവാനുള്ള കാരണം ഇപ്പോൾ ഇന്നത്തെ തലമുറയിൽ അത് വന്ധ്യതാ നിവാരണ ചികിത്സ എടുക്കുന്നവരിലാണ് മൾട്ടിപ്പിൾ പ്രഗ്നൻസി കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഓവുലേഷനും റീപ്രൊഡക്റ്റീവ് ടെക്നിക്സും എടുക്കുമ്പോൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുതലാണ്. 2 കുട്ടികളുള്ള ഒരു ഗർഭിണിക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് അബോർഷന് സാധ്യത കൂടുതലാണ്. കുട്ടിക്ക് വളർച്ചക്കുറവ് വരാൻ, 2 കുട്ടികളും ഒന്നിച്ച് വളരുമ്പോൾ വളർച്ചക്കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. തികയാതെ പ്രസവിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണഗതിയിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഡേറ്റ് വരെ നിൽക്കണം എന്നില്ല. പിന്നെ കോംപ്ലിക്കേഷൻസ്, മെഡിക്കൽ കോംപ്ലിക്കേഷൻസ്, ഈ പറഞ്ഞ ഷുഗർ, പ്രഷർ എല്ലാം ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിൽ കൂടുതലുണ്ടാവുന്നുണ്ട്. വേണ്ടത്ര വ്യായാമവും വിശ്രമവും ഭക്ഷണവും ഉറപ്പാക്കുക. ടെൻഷനും സ്ട്രെസ്സും ഒഴിവാക്കുക. അമ്മയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി കൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഗുഡ് ലൈഫ് അവസാനിക്കുന്നു. നമസ്കാരം.